സുന്ദരമായ ഈ സായാഹ്നത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും സന്തോഷവും നന്ദിയും സ്നേഹവും എല്ലാം അറിയിക്കട്ടെ. ഇഴകാലായതുകൊണ്ട് ഇനി നമുക്ക് ആമുഖത്തിന്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് നമ്മൾ കഥയിലേക്ക് കടക്കുകയാണ്. കഥയുടെ പേര് തിരിച്ചുവരവ്. എഴുത്തുകാരൻ എൻ്റെ നാട്ടുകാരനും ഒരു റിട്ടയർഡ് അധ്യാപകനുമാണ്. അദ്ദേഹത്തിന്റെ പേര് തോമസ് കാവാലം. നാട്ടിൽ ബാബു സാർ എന്ന് അദ്ദേഹത്തെ വിളിക്കും. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് കാവാലത്തല്ല, ചങ്ങനാശ്ശേരിയിലാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ രചനയിലെല്ലാം ആ പിറന്ന നാടിനോടുള്ള സ്നേഹം കലർത്തി തോമസ് കാവാലം എന്ന് അദ്ദേഹം എഴുതുന്നു. രാജി, എത്ര സുന്ദരമായ പേര്! ആ പേര് അവൾക്ക് നൽകിയ മാതാപിതാക്കൾക്ക് എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഷോർട്ട് ആൻഡ് ക്യൂട്ട്, ഇഡീലിക്. പക്ഷേ അവളുടെ ജീവിതം അത്ര സുന്ദരമായിരുന്നില്ല. അവളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അവളുടെ ജീവൻ തന്നെയായിരുന്നു. പക്ഷെ അത് വെച്ച് അവൾ ചൂത് കളിക്കുകയായിരുന്നു. അവൾ അത് മനസ്സിലാക്കിയപ്പോൾ അല്പം വൈകിപ്പോയോ എന്ന് അവൾക്ക് തോന്നി. കഴിഞ്ഞ ദിവസം വീട്ടിൽ അവസാനിച്ച ഏതാനും ചില്ലിക്കാശുകളും പെറുക്കിയെടുത്താണ് അവൾ കടയിലേക്ക് പോയത്. ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി വീട്ടിലേക്ക് മടങ്ങിയ അവൾ അതിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുത്തു. അതിനകത്തെ പുകയില സാവധാനം ഉടഞ്ഞു കളഞ്ഞു. അതിനുള്ളിൽ കഞ്ചാവ് തിരുകി. അപ്പോൾ മുതൽ ആ സിഗരറ്റ് കത്തിച്ച് വലിച്ചുകൊണ്ടിരുന്നു. ഓരോ പുകയും ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ അവളുടെ കൈകളും ചുണ്ടുകളും കണ്ണുകളും എല്ലാം വിറയ്ക്കുന്നുണ്ടായി. പെട്ടെന്ന് അവൾ ഒരു അത്ഭുത ലോകത്തിലേക്ക് വഴുതി വീണു. ഒരു നിമിഷം അവൾ എവിടെയാണെന്ന് പോലും അവൾ മറന്നു. അതിൽ നിന്നും ആസ്വദിച്ച് ഒരു കവിൾ പുക ഉള്ളിലേക്ക് വലിച്ചെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിൽക്കൽ ആരോ മുട്ടുന്നത് കേട്ടത്. പെട്ടെന്ന് അവൾ സിഗരറ്റ് കുത്തിക്കെടുത്തി മാറ്റിവെച്ചു. വാതിൽക്കൽ ഒരു ഇലക്ട്രിക് ബെൽ ഘടിപ്പിച്ചിരുന്നെങ്കിലും മാസങ്ങളായി അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം പണ്ടേ വിച്ഛേദിച്ചിരുന്നു. വാതിൽക്കൽ മുട്ടിയത് ആരാണെന്ന് എത്ര ചിന്തിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. കാരണം അധികം ആളുകളൊന്നും ഇപ്പോൾ അവളെ കാണാൻ ആ വീട്ടിലേക്ക് വരാറില്ലായിരുന്നു. ചിലപ്പോൾ വാടക ചോദിക്കാൻ വന്ന വീട്ടുടമസ്ഥനായിരിക്കാം എന്ന് അവൾ വിചാരിച്ചു. അയാൾ ഓരോ മാസവും 3-4 തവണ വാടക ചോദിച്ചു വന്നുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന ആളായിരിക്കും. കുറച്ചു ദിവസങ്ങളായി അയാളെ കുറിച്ച്
വിവരങ്ങളൊന്നും തന്നെ ഇല്ലതാനും. പെട്ടെന്ന് മാനസിക നില വീണ്ടെടുത്ത് വാതിൽക്കലേക്ക് നടന്ന അവൾ വാതിലിന്റെ കുറ്റിയെടുത്തു. അപ്പോൾ കണ്ട കാഴ്ച അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. 2 പോലീസുകാർ വീടിന്റെ മുന്നിലായി കുറച്ച് അകലെ റോഡിൽ തന്നെ ഒരു ജീപ്പ് നിലയും ഉറപ്പിച്ചിരുന്നു. പോലീസുകാരിൽ ഒരാൾ രാജിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏലിയാസിനെ അറിയാമോ? അവൾ മൂളി. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളും ചുണ്ടുകളും വിറയ്ക്കുന്നത് പോലീസുകാർ ശ്രദ്ധിച്ചു. അവൻ നിന്റെ ആരാണ്? മറ്റേ പോലീസുകാരൻ ചോദിച്ചു. ആ ചോദ്യത്തിന് രാജി മറുപടി പറഞ്ഞില്ല. അപ്പോൾ ആ പോലീസുകാരൻ വീണ്ടും ചോദിച്ചു, അവൻ നിന്റെ കൂടെ ഇവിടെയല്ലേ താമസിക്കുന്നത്? എന്താ, അവൻ നിന്റെ ഭർത്താവാണോ? പോലീസുകാരൻ അല്പം ഈർഷ്യയോടെ പോലീസ് ഭാഷയിൽ ചോദിച്ചു. കാരണം അവരുടെ ജീവിതത്തെ കുറിച്ച് അവർക്ക് ചില സൂചനകൾ ഒക്കെ പുറത്തു നിന്ന് കിട്ടിയിരുന്നു. അതെ, അയാൾ എന്റെ കൂടെ ഇവിടെയാണ് താമസിക്കുന്നത്. കൂടെ താമസിക്കുന്നവരെല്ലാം ഭർത്താക്കന്മാരാണോ? രാജിയുടെ മറു ചോദ്യം പോലീസുകാരെ ചൊടിപ്പിച്ചു. എങ്കിലും അതിന് മറുപടി ഒന്നും അവർ പറഞ്ഞില്ല. ഏലിയാസ് എവിടെ? ഒരു പോലീസുകാരൻ ചോദിച്ചു. അവൻ ഇവിടെ ഇല്ല. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് വീട് വിട്ടു പോയതാണ്. എനിക്ക് അവനെ കുറിച്ച് യാതൊരു വിവരവും ഇപ്പോഴില്ല. ക്ഷമിക്കണം. ഇവിടെ നിന്ന് 3-4 കിലോമീറ്റർ അകലെ പട്ടണത്തിലെ ഒരു ഓടയിൽ ഒരജ്ഞാത ജഡം കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അത് ഏലിയാസിൻ്റെതാണോ എന്ന് ഒരു സംശയം. അവിടം വരെ വന്ന് ഒന്ന് പരിശോധിക്കണം, തിരിച്ചറിയണം. ഭാഗ്യവശാൽ അല്ല, ദൗർഭാഗ്യവശാൽ അത് ഏലിയാസിൻ്റെതാകാം. പെട്ടെന്ന് മുറിക്കുള്ളിലേക്ക് കയറിയ രാജി വസ്ത്രം മാറി അവരോടൊപ്പം യാത്രയായി. അവസാനമായി വലിച്ചു കയറ്റിയ പുക അവൾക്ക് അസാമാന്യമായ ധൈര്യം നൽകിയിരുന്നു. പോലീസുകാരോടൊപ്പം ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ അവൾ ഏലിയാസിനെ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസവും അതിനുശേഷം അവനുമായി ജീവിക്കാൻ ഇടയായതുമായ സാഹചര്യങ്ങൾ ഒന്നൊന്നാകെ ഓർത്തെടുത്തു. രാജിക്കന്ന് 23 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. മധ്യ കേരളത്തിലെ ഒരു പ്രസിദ്ധിയാർജിച്ച കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജി. BSc മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ കൂടെ പഠിച്ച ഒരു പാലാക്കാരൻ ബിബിൻ അവളെ വഴിതെറ്റിച്ചു. പാലായിലെ ഒരു റബ്ബർ കർഷകന്റെ മകനായിരുന്നു ബിബിൻ. പൂത്തകാശ്. അവനാണ് ആദ്യമായി അവൾക്ക് കഞ്ചാവ് വച്ച സിഗരറ്റ് നൽകിയത്.
അവളെ വിവാഹം കഴിക്കാമെന്ന മോഹന വാഗ്ദാനമൊക്കെ അവൻ നൽകിയിരുന്നു. പക്ഷെ അവൻ കഞ്ചാവിൽ ഒടുങ്ങി. ഒരു ദിവസം കഞ്ചാവ് വലിച്ചുകൊണ്ട് അവന്റെ പുതുപുത്തൻ മോട്ടോർ സൈക്കിളിൽ പട്ടണത്തിലൂടെ അമിത വേഗതയിൽ ഓടിച്ചുപോയി. പിന്നെ അവൻ തിരിച്ചു വന്നില്ല. ഏതോ ഒരു കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ച് തരിപ്പണമായി പോയി അവൻ. ബിബിനുമായുള്ള ബന്ധം മറ്റൊരു തലത്തിലേക്ക് കടന്നിരുന്നു. അത് കോളേജ് മുഴുവൻ പാട്ടായി. വീട്ടിലറിഞ്ഞു. വീട്ടിൽ നിന്ന് എതിർപ്പ് വന്നെങ്കിലും രാജി അതൊന്നും കണക്കിലെടുത്തില്ല. ബിബിൻ മരിച്ചതോടുകൂടി വീട്ടിൽ നിന്നും പുറത്തായി. പിന്നെ പണത്തിനായി പല പണികൾ ചെയ്തു. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേളായി. സ്വന്തമായി ചിത്രങ്ങൾ വരച്ച് വിറ്റു. ഒരു പത്രസ്ഥാപനത്തിലും കുറച്ചുനാൾ ജോലി ചെയ്തു. അവിടെ നിന്നെല്ലാം രാജി കഞ്ചാവ് വലിക്കുന്നു എന്ന് ഉടമസ്ഥർ മനസ്സിലാക്കിയപ്പോൾ അവളെ ജോലിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. അങ്ങനെ സാവധാനം അവൾ അതിന് അടിമയായി മാറി. പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന സ്ഥിതി വന്നു. ഏലിയാസ് അന്ന് അറിയപ്പെടുന്ന ഒരു ചിത്രകാരനായിരുന്നു. അന്നൊരു ദിവസം തിരുവനന്തപുരത്ത് ചിത്രങ്ങളുടെ പ്രദർശനം നടക്കുന്ന വേളയിലാണ് രാജി ഏലിയാസിനെ ആദ്യമായി കാണുന്നത്. ചിത്രങ്ങളെല്ലാം വളരെ നന്നായിരിക്കുന്നു കേട്ടോ. അഭിനന്ദനങ്ങൾ. ഏലിയാസിന്റെ അടുത്ത് ചെന്ന് രാജി സ്നേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു. മറുപടിയായി ഏലിയാസ്, വളരെ നന്ദി. എന്താ, താങ്കൾ വരയ്ക്കുമോ? കുറച്ചൊക്കെ. ഒന്നും ഇതുപോലെ ഒക്കില്ല. ഞാനും തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്താ, എന്റെ കൂടെ കൂടുന്നോ? ഐ ആം എ ഫ്രീ ബേർഡ്. എനിക്കങ്ങനെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ മാതാപിതാക്കളുടെ ഒരേ ഒരു മകളാണ്. മാതാപിതാക്കളിൽ നിന്നും വിട്ടുപോന്നിട്ടും ആ വീട്ടിലേക്ക് തിരിച്ചു പോകാതായിട്ട് 1 വർഷം കഴിഞ്ഞു എങ്കിലും ആ കാര്യം വെളിപ്പെടുത്താൻ രാജി തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് വീടിനോട് ഉള്ളിൽ തോന്നി, ഉള്ളിൽ കനലായി കിടന്നിരുന്നു. വേണ്ട, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. എനിക്ക് ഈ കുടുംബത്തിലൊന്നും യാതൊരു വിശ്വാസവുമില്ല. ഭാര്യ, ഭർത്താവ്, മക്കൾ, എന്തിനു വേണ്ടാത്ത ഈ വയ്യാവേലികളൊക്കെ വരുത്തി വെക്കുന്നു. Let us live together as long as we want. When we are fed up with each other, let's separate. Be happy as long as we can. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ചിത്ര പ്രദർശനം ഏലിയാസ് തൃശൂരിൽ നടത്തി. അവിടെ കുറേയേറെ ചിത്രങ്ങൾ വിറ്റുപോയി. ഏലിയാസിന് നല്ലൊരു തുകയും. പണം കയ്യിൽ വന്നതോടുകൂടി ഏലിയാസ് ദൂർത്തടിക്കാൻ തുടങ്ങി. അതിനായി പല സന്ദർഭങ്ങളിലും രാജിയെയും കൂടക്കൂട്ടി. രാജിക്ക് അയാൾ സ്വർണമാലകളും വളകളും
വിലപിടിപ്പുള്ള രത്നങ്ങളും വാങ്ങി നൽകി. പക്ഷെ അതൊന്നും രാജിക്ക് ഉതകിയില്ല. കഞ്ചാവ് വാങ്ങാൻ അതൊന്നും മതിയായില്ല. എല്ലാം ഓരോരോ സന്ദർഭങ്ങളിലായി വിറ്റു തുലച്ചു. പിന്നെ കടത്തിലുമായി. പട്ടണത്തിലെ ആശുപത്രി മോർച്ചറിയിലെത്തിയ രാജി ഒറ്റ പ്രാവശ്യമേ നോക്കിയുള്ളൂ. അവന്റെ നീണ്ട മൂക്കും കടുക്കനിട്ട കാതുകളും നീട്ടി വളർത്തിയ മുടിയും ആവുന്നതിലധികം അടയാളങ്ങളായിരുന്നു. പക്ഷേ ഒരു നിസ്സംഗ ഭാവമായിരുന്നു അവളുടെ മുഖത്ത്. എന്താ, അറിയുമോ ഇയാളെ? പോലീസുകാരൻ ഗൗരവഭാവത്തിൽ ചോദിച്ചു. അറിയാം, എനിക്കറിയാം. എന്നോടൊപ്പം കഴിഞ്ഞിരുന്ന ഏലിയാസ് തന്നെയാണിത്. പക്ഷേ എങ്ങനെ മരിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൾ നിർവികാരമായി മറുപടി പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മനസ്സൊന്ന് പതറി. അടുത്തുനിന്ന പോലീസുകാരൻ അത് ശ്രദ്ധിച്ചു. പക്ഷെ അയാൾ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. തിരിച്ചു വീട്ടിലെത്തിയ രാജിക്ക് ജീവിതത്തോട് തന്നെ വിരക്തി തോന്നി. ഏലിയാസിന്റെ ആത്മാവ് അവളെ പിന്തുടരുന്നത് പോലെ തോന്നി. ജീവിക്കാൻ മാർഗമില്ലെന്ന് വന്നപ്പോൾ പിന്നെ ജീവിതം തന്നെ അവസാനിപ്പിക്കാം എന്നവൾ തീരുമാനിച്ചു. പിന്നെ അതിനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഏതെന്നായി അന്വേഷണം. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് അവൾ നേരത്തെ വലിച്ചിട്ട് വെച്ചിരുന്ന സിഗരറ്റിന്റെ ബാക്കിയെടുത്ത് ഒന്ന് തീ കൊളുത്തി പുക ആഞ്ഞു വലിച്ചു. എന്നിട്ട് രാജി തന്റെ ഒരു സാരി എടുത്ത് അതിൽ കുടുക്കിട്ട് പഠിച്ചു. അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അതിന്റെ ഒരു തുമ്പ് സ്വീകരണ മുറിയിലെ ഫാനിൽ കെട്ടിയിട്ടു. മറ്റേ തുമ്പ് കൊണ്ട് കുടുക്കിട്ടുകൊണ്ടിരുന്ന സമയത്ത് പുറത്ത് വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. പെട്ടെന്ന് ചിന്തിക്കാതെ രാജി വാതിൽക്കലേക്ക് നടന്ന് കതകിന്റെ സാക്ഷ എടുത്തു. വാതിൽ തുറന്നപ്പോൾ കണ്ടത് അതൊരു പോലീസുകാരൻ. തലേന്ന് വന്ന 2 പോലീസുകാരിൽ ഒരാൾ, മറ്റൊരാൾ ഒരു ചെറുപ്പക്കാരൻ. ഏകദേശം 30 വയസ്സ് പ്രായം തോന്നിക്കും. പറ്റെ വെട്ടിയ മുടിയും ക്ലീൻ ഷേവ് ചെയ്ത സുന്ദരമായ മുഖവുമുള്ള ആ പോലീസുകാരൻ മനുഷ്യപ്പറ്റുള്ളവനായിരുന്നു. അയാൾ രാജിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി കുറച്ചു നേരം നിന്നു. സത്യത്തിൽ ആ നോട്ടത്തിൽ രാജി ഒന്ന് ചമ്മി. എന്നിട്ട് എന്താ, എന്ത് വേണം? അല്പം ഗൗരവത്തോടെ രാജി ചോദിച്ചു.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് സ്വീകരിക്കാൻ താങ്കൾ വരണം, അതറിയിക്കാൻ വന്നതാണ്. ഒപ്പം ഈ ജഡം സംസ്കരിക്കണം. നിങ്ങൾ കൊണ്ടുവന്ന് മറവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ കാര്യം എഴുതി തരണം. ഷടാ, നിങ്ങൾ എന്നെ ചാകാനും അനുവദിക്കില്ലേ? പെട്ടെന്ന് കോപത്തോടെ അറിയാതെ രാജി മനസ്സിൽ പറഞ്ഞു. ഏതെങ്കിലും ചുടുകാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്തുകൊള്ളു. നിസ്സംഗഭാവത്തിൽ രാജി പറഞ്ഞു വെച്ചു. ഉള്ളിൽ നിന്നും കഞ്ചാവ് വലിച്ച പുകയുടെ മണം പുറത്തേക്ക് കുമുകുമ വന്നുകൊണ്ടിരുന്നു. ചെറുപ്പക്കാരനായ പോലീസുകാരൻ അത് തിരിച്ചറിഞ്ഞു. അയാൾ വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ട് മുറിയാകെ വീക്ഷിച്ചു. പെട്ടെന്ന് ഫാനിൽ നിന്നും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന സാരി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ക്ഷമിക്കണം, അതെന്താണ് ആ കിടക്കുന്നത്? സാരിയെ നോക്കിക്കൊണ്ട് പോലീസുകാരൻ ചോദിച്ചു. അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു നിമിഷം നിങ്ങൾ വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് നേരിട്ട് കാണാൻ കഴിയുമായിരുന്നു. എന്റെ ജഡം അതിൽ തൂങ്ങിക്കിടക്കുന്നത്. എന്തൊക്കെയോ ഭ്രാന്തമായ രീതിയിൽ രാജി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നു. മാഡം, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ എവിടെ എത്തിച്ചു എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ പിന്നെ മരണം മാത്രമാണ് ശരണം. രാജി അല്പം തന്റെ ഇടത്തോടു കൂടി പറഞ്ഞു. ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകും സഹോദരി, അല്പം കാത്തിരിക്കണമെന്ന് മാത്രം പോലീസുകാരൻ പറഞ്ഞു. മാസങ്ങളായി ഈ വീട്ടിൽ കറണ്ടില്ല. 6 മാസത്തോളമായി ഞാൻ വാടക കൊടുത്തിട്ട്. ഞാനോ കഞ്ചാവിന് അടിമയുമാണ്. അത് മാത്രം കൂട്ടുകാര് എത്തിച്ചു തരും. എന്തിന്? ആഹാരത്തിന് പോലും നിലവിൽ എനിക്ക് വകയില്ല. സഹായം അഭ്യർത്ഥിക്കാൻ കൂട്ടുകാരോ പരിചയക്കാരോ വീട്ടുകാരോ ഇല്ല. പിന്നെ എന്തിന് ഇനി ഞാൻ ജീവിച്ചിരിക്കണം? ഓക്കെ, മാഡം പറഞ്ഞതെല്ലാം ശരിയാണ്. അതെല്ലാം കഴിഞ്ഞ കാലങ്ങൾ. ഇപ്പോഴും ജീവിതം ബാക്കിയുണ്ട്. പ്രയത്നിക്കാൻ സമയവും. ജീവിതം ഒന്നേ ഉള്ളൂ, അത് നമ്മളെല്ലാവരും ജീവിച്ചു തന്നെ തീർക്കണം, പോലീസുകാരൻ പറഞ്ഞു. അതും മടുത്തു കഴിയുമ്പോൾ പിന്നെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, ഭൂമിക്കൊരു ഭാരമാകാതെ. മാഡം തിരുവനന്തപുരത്ത് RCC വരെ ഒന്ന് പോകണം. അവിടെ കാണാം ആളുകൾ ജീവനോട് പടവെട്ടുന്നത്. ജീവന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി. അവരുടെ ദുഃഖം കാണുമ്പോൾ
നമ്മൾ എത്ര ഭാഗ്യം ചെന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എന്താ, എന്നെ ഉപദേശിച്ചങ്ങ് നന്നാക്കാൻ വേണ്ടി വന്നതാണോ? രാജി ഈർഷ്യയോടെ ചോദിച്ചു. അല്ല മാഡം, പക്ഷേ ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു രോഗം മാഡത്തിനുണ്ട്. അത് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു. കൈകളും ചുണ്ടുകളും വിറച്ചപ്പോൾ. എത്രയോ ഡി അഡിക്ഷൻ സെന്ററുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അതുവഴി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു ചിന്തയ്ക്ക് വിഷയമാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഒന്ന് നിർത്തിയിട്ട് പോലീസുകാരൻ വീണ്ടും ചോദിച്ചു, അല്ല, മാഡത്തിന് മാതാപിതാക്കളില്ലേ? അമ്മ മരിച്ചുപോയി, സഹോദരങ്ങളില്ല, അച്ഛൻ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ അച്ഛനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവൾ അങ്ങനെ അങ്ങ് പറഞ്ഞുപോയി. പിന്നെ ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് അച്ഛനെ വിളിച്ച ഈ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞുകൂടാ? ഏതച്ഛനാണ് പെങ്ങളെ മക്കളുടെ തെറ്റുകൾ ക്ഷമിക്കാത്തത്? ഞാൻ മതപ്രസംഗം നടത്തുകയാണ് എന്ന് വിചാരിക്കരുത്. ബൈബിളിലെ ധൂർത്തനായ പുത്രന്റെ ഉപമ വായിച്ചിട്ടില്ലേ? അല്ല, കേട്ടിട്ടില്ലേ? മകൻ തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് എത്ര കണ്ട് സന്തോഷിച്ചു. വിളിക്കൂ, അച്ഛനെ ഇപ്പോൾ തന്നെ വിളിക്കൂ. അനുസരിക്കാൻ ആദ്യം ബുദ്ധിമുട്ട് കാണിച്ചെങ്കിലും അടുത്ത നിമിഷം രാജി പോലീസുകാരനോട് കയറിയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ അയാളുടെ സാന്നിധ്യത്തിൽ രാജി തന്റെ അച്ഛനെ വിളിച്ചു. അച്ഛാ, അച്ഛാ, ഇത് രാജിയാണ്. മോളെ, നീ ഇപ്പോൾ എവിടെയാണ്? എത്ര നാളായി നിന്നെ ഞാൻ അന്വേഷിക്കുന്നു. നിനക്ക് സുഖം തന്നെയല്ലേ? അതെ, സുഖം തന്നെ. എനിക്ക് വഴിതെറ്റിപ്പോയി. പക്ഷെ എനിക്ക് വീട്ടിലേക്ക് വരണമെന്നുണ്ട്. എനിക്കിവിടെ ജീവിച്ചു മടുത്തു. അതിനെന്താ മോളെ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാമല്ലോ. ഇതെല്ലാം നിനക്കുള്ളതല്ലേ. അച്ഛന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാജിയുടെ കണ്ണിൽ നിന്നും കണ്ണീർ കുടുകുടാ ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ പോലീസുകാരൻ അധിക സമയം അവിടെ നിന്നില്ല. ദൈവം അയച്ച ഒരു മാലാഖയെ പോലെയായി അയാൾ അവിടെ നിന്ന് മറഞ്ഞു. പിറ്റേന്ന് പൊതുശ്മശാനത്തിൽ ഏലിയാസിനെ അടക്കുമ്പോൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ദൂരെ നിന്ന് രാജി ആ സംഗതി വീക്ഷിച്ചു. പെട്ടിയുടെ തലക്കിൽ പിടിച്ച ആളെ രാജി ശ്രദ്ധിച്ചു. അത് തന്നോട് ഇന്നലെ സംസാരിച്ച ചെറുപ്പക്കാരനായ ആ പോലീസുകാരനായിരുന്നു. കഥ ഇവിടെ അവസാനിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയംഗവുമായ നന്ദി.